ഹായ് ഹലോ നമസ്കാരം. ബിഗ് ബോസിൻ്റെ 2 ദിവസത്തെ എപ്പിസോഡ് ഞാൻ ഒറ്റയിരുപ്പിലിരുന്ന് കണ്ടു തീർത്തു. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എൻ്റെ പൊന്നിന് ഇവനെ നിനക്ക് തിരിച്ചു വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇത്രയും നാണം കെട്ട് നീ എന്തിന് തിരിച്ചു വന്നു? എടാ നട്ടലില്ലാത്തവനെ ഇറങ്ങി പോടാന്ന് 2 പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ തിരിച്ചൊരു ഉളുപ്പും ഇല്ലാതെ വന്നിരിക്കുന്നു. എന്തെങ്കിലും ആട്ടെ, അവരോരോരു സംസ്കാരം, വാശി. പിന്നെ ഇത്രമാത്രം ഇവന് തെറിക്കാൻ എന്താ ഉണ്ടായെന്ന് മനസ്സിലാകുന്നില്ല. ജിസൈലിനെ എൻ്റെ ചുണ്ടയിൽ ലിപ്സ്റ്റിക് ഉണ്ടോയെന്ന് തൊട്ട് നോക്കിയല്ലേ ചെയ്തുള്ളൂ. അത് രണ്ടുപേരും കൂടെ അത് കൺഫെഷൻ റൂമിൽ ചെന്ന് പരിഹരിച്ചതുമാണ്. പിന്നെ ഇവന് ഇത്രമാത്രം തിളക്കേണ്ട കാര്യം എന്താ? അനു പോയാലേ ഞാനിവിടെ നിൽക്കൂ, ഒന്നുകിൽ അനു പോകണം അല്ലെങ്കിൽ ഞാൻ കിറ്റ് ചെയ്യും. ഇത്രമാത്രം ഷോയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നേ ഇല്ല. പിന്നെ ജിസൈലിനെ താങ്ങി കുറേ ആണുങ്ങളുണ്ട് അതിനകത്ത്. അത് നമുക്കൊരു ഇറിറ്റേഷനായിട്ടാണ് തോന്നുന്നത്. അനുവിനെ വല്ലാണ്ട് കളിയാക്കുകയും വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ട്. അനുവാണെങ്കിൽ തൊട്ടേനും പിടിച്ചതിനും എല്ലാം കരയുന്നുമുണ്ട്. പിന്നെ ശ്രമിക്കുന്നുണ്ട്. അനുവിനെ മാത്രം അങ്ങ് കണ്ടൻ്റ് ആക്കിക്കൊണ്ട് കളിക്കുന്ന പോലെ തോന്നുന്നത്. ഒരു രസം തോന്നില്ല. ഒരാഴ്ചയായിട്ട് ഈ അനുവാണ് അവിടെ മെയിൻ ആൾ. അനുവിനെ കണ്ടൻ്റ് ആക്കിക്കൊണ്ട് കുറേ ആളുകൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു സുഖമായിട്ട് തോന്നുന്നേയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ശൈത്യയൊക്കെ ഒട്ടും ആക്റ്റീവല്ല. പക്ഷേ ഈ നോമിനേഷന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതൊക്കെ പുറത്തു വരാനുള്ള സമയം കഴിഞ്ഞു. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന ഒരു സ്വഭാവവും ഒരു നിലപാടില്ലായ്മ. പിന്നെ അക്ബറിൻ്റെ ആണെങ്കിൽ ഒരുമാതിരി അളിഞ്ഞ പാട്ട് കേട്ടിട്ട് സഹിക്കുന്നില്ല കേട്ടോ. നല്ല പാട്ടൊക്കെയാണ്, പക്ഷേ ഒരുമാതിരി ആക്കി പാടുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ആവശ്യമുള്ളതിനകത്തും ഇല്ലാത്തതിനകത്ത് എല്ലാം പുള്ളി കയറി അങ്ങ് തലയിടുന്ന പോലെ. ഷാനവാസ് ആണെങ്കിൽ സേഫ് ഗെയിമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് ആണെങ്കിലും പിന്നെ അഭിലാഷ് ആണെങ്കിലും പിന്നെ രേണു ആണെങ്കിലും അവരൊരു സേഫ് ഗെയിമിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ജിസൈലിനെ താങ്ങി നടക്കുന്ന ഗ്രൂപ്പ് ഉള്ളവരെ നമുക്കൊരു ഇറിറ്റേറ്റഡ്. ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ? പിന്നെ ആര്യനും ജിസൈലും അത് സത്യം പറഞ്ഞാൽ അത് കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്. ഞാനൊരു കുലസ്ത്രീ ഒന്നുമല്ല എന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഒരു മറയൊക്കെ വേണം. പിന്നെ അത്രേ ഉള്ളൂ പറയാൻ. ഇനി അടുത്ത എപ്പിസോഡൊന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി.